ജ്യോതിഷപ്രകാരം 12 രാശികളും 12 രാശികളിലുമായി 27 നക്ഷത്രങ്ങളുമാണ് ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ 12 രാശിയിലുള്ള ആളുകൾക്കും വ്യത്യസ്തമായ സ്വഭാവ രീതികളും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും, ചില വ്യക്തികളുമായി നിങ്ങൾക്ക് ഒരു കാരണവശാലും സ്നേഹത്തോടെയോ സന്തോഷത്തോടെയോ അടുത്ത് ഇടപഴകുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അനുഭവം. ചിലപ്പോഴൊക്കെ തുടക്കത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോവുകയാണെങ്കിൽ പോലും കുറച്ച് മുൻപോട്ടേക്ക് പോകുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ കൊണ്ട് ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ വളരെയധികം വിള്ളലുകൾ ഉണ്ടാകുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഈ പറയുന്ന 2 രാശിക്കാർ തമ്മിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമായിട്ടുള്ള ഫലങ്ങൾ മാത്രമേ അവരുടെ ജീവിതത്തിലും അവർ ജീവിക്കുന്ന വീട്ടിലും വരുത്തുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരു കാരണവശാലും ചേരുവാൻ ഗുണകരമല്ലാത്ത രാശിക്കാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ ഇപ്പോൾ പറയുവാൻ പോകുന്ന രാശിക്കാർ തമ്മിലുള്ള വിവാഹ ബന്ധത്തിലാണെങ്കിലും അതല്ല സുഹൃത്ത് ബന്ധത്തിലാണെങ്കിലും അതുപോലെ തന്നെ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും ഈ ഒരു ചേർച്ചയില്ലായ്മ ബാധകമാണ്. ഇതിൽ നാം പറയുന്ന രാശിക്കാരെ പറ്റി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ എഴുതി അറിയിക്കാവുന്നതാണ്. ഇതിൽ ആദ്യമായി ഒരു കാരണവശാലും ചേരുവാൻ പാടില്ലാത്ത 2 രാശിക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരും പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരും. തമ്മിൽ കണ്ടാൽ അടിപൊട്ടും എന്ന തരത്തിലുള്ള ഒരു ശത്രുത മനോഭാവം ആയിരിക്കും ഈ 2 രാശിക്കാരും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്നത്. അതിൽ ഇനി ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും വിട്ടുവീഴ്ച മനോഭാവം ഈ 2 രാശിക്കാർ തമ്മിലുള്ള ഒരു ഇടപാടിലും ഉണ്ടാവില്ല. ഈ രാശിക്കാർ ഒരുമിച്ച് വിവാഹം കഴിക്കുകയാണെങ്കിലും അതല്ല ഈ രാശിക്കാരായിട്ടുള്ള 2 വ്യക്തികൾ ഒരുമിച്ചുള്ള ഒരു വീടാണെങ്കിലും അവിടെ മനസ്സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന കാര്യം വളരെ സംശയമാണ്. അതിനാൽ ഈ രാശിക്കാർ തമ്മിൽ ഒരുമിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അടുത്തതായിട്ട് ഒരു കാരണവശാലും ചേരുവാൻ പാടില്ലാത്ത 2 രാശിക്കാരാണ് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരും അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരും. ഈ രാശിക്കാർ തമ്മിൽ ചേരുന്നതും അത്ര ശുഭകരമല്ലാത്ത ഫലങ്ങൾ തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിലേക്ക് നൽകുന്നത്. ഒന്ന് മുഖത്തോട് മുഖം നോക്കിയാൽ പോലും അത് ഒരു വഴക്കിലേക്കും കലഹത്തിലേക്കുമൊക്കെ വന്നു ചേരുന്ന അവസ്ഥയായിരിക്കും ഈ രാശിക്കാർ ഒരുമിച്ചുള്ള സ്ഥലങ്ങളിൽ നടക്കുവാൻ പോകുന്നത്. ഈ രാശിയിലുള്ളവരുടെ ദാമ്പത്യ ജീവിതവും അത്ര സുഖകരമായിട്ട് പോവുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് ഭൂരിഭാഗം ആളുകളുടെയും കാര്യമാണ് നാം ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകളുടെയും കുംഭം രാശിക്കാരായിട്ടുള്ള ആളുകളുടെയും ജീവിതത്തിൽ പരസ്പരം വിശ്വാസവഞ്ചന എന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് കൊണ്ട് ഇവർ തമ്മിലുള്ള ഐക്യത്തോടെയുള്ള ജീവിതം പലപ്പോഴും തകരുവാനാണ് സാധ്യത. അത് ചിലപ്പോൾ ഒരു കൂട്ടരുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് അത് ശരിയായി തോന്നാം, എന്നാൽ മറ്റേയാൾക്ക് അതൊരു വലിയ തെറ്റായിട്ടായിരിക്കാം തോന്നുന്നത്. ഈ സ്വരച്ചേർച്ചയില്ലായ്മ കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും തോറും പ്രശ്നങ്ങളുടെ കാഠിന്യം കൂടിക്കൊണ്ടേയിരിക്കും. ഇത് അവരുടെ ജീവിതം തകരുന്നതിനോടൊപ്പം അവർക്ക് ചുറ്റുമുള്ള ആളുകളുടെ മനസ്സമാധാനം കൂടി നശിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുകയാണ്. ഇനി അടുത്തതായി ഒരു കാരണവശാലും
ഒന്നിച്ചാൽ സന്തോഷത്തോടെ ജീവിതം നയിക്കുവാൻ സാധിക്കില്ലാത്ത രണ്ട് രാശിക്കാരാണ് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരും. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാരും. ഈ രണ്ട് രാശിക്കാരും ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ടും ചിന്താഗതികൾ കൊണ്ടും താല്പര്യങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ തീർത്തും സാമ്യമില്ലാത്തവരാണ്. തുടക്കത്തിൽ ചെറിയ വാക്ക് വ്യത്യാസങ്ങളിൽ തുടങ്ങുന്ന വഴക്ക് പിന്നീട് വളരെ വലിയ വൈരാഗ്യത്തിൽ ചെന്ന് കലാശിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഈ രാശിക്കാർ തമ്മിൽ ഒന്നിച്ചാൽ ജീവിതത്തിൽ നടക്കുവാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. ഈ പ്രശ്നങ്ങൾക്ക് പുറമെ ഈ രാശിക്കാർ ഒന്നിച്ചാൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും വളരെയേറെ നേരിടേണ്ടി വരുന്നതായി പറയപ്പെടുന്നു. അടുത്തതായിട്ട്, ഒരു കാരണവശാലും തമ്മിൽ ചേരില്ലാത്ത രണ്ട് രാശിക്കാരാണ് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരും വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരും. ഈ രണ്ട് രാശിക്കാരും വളരെയധികം ആത്മവിശ്വാസമുള്ളവരായിരിക്കും. എന്നാൽ അവരവരുടെ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അതിനെ സമാധാനപരമായി നേരിടുവാൻ ഇവരാൽ കഴിയില്ല. അതുപോലെ തന്നെ പരസ്പരം ഈ രണ്ട് വ്യക്തികൾ തമ്മിലെടുക്കുന്ന ഒരു തീരുമാനത്തെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവർ തമ്മിൽ പെരുമാറുവാനും സാധ്യത വളരെയേറെ കുറവാണ്. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അതൊരു കലഹത്തിലേക്ക് നയിക്കുന്ന തരത്തിലായിരിക്കും ഇവർ ഒരുമിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത്. അതിനാൽ ഈ രാശിക്കാർ തമ്മിൽ ചേരാതെ ഇരുന്നാൽ അതാണ് ഏറ്റവും ഉത്തമം. ഇനി ഒരു കാരണവശാലും ജീവിതത്തിൽ പരസ്പരം ചേർച്ചയില്ലാത്ത രണ്ട് രാശിക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരും പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരും. ഈ രണ്ട് രാശിക്കാർക്കും വളരെയധികം സ്വതന്ത്ര ചിന്ത ഉള്ളവരായിരിക്കും. മാത്രമല്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ തന്നെ ഇവർ തമ്മിൽ ഒരു മത്സരബുദ്ധി ജീവിതത്തിൽ ഉടനീളമുണ്ടാകുന്നു. ഇത് പലപ്പോഴും കടുത്ത വാക്കുകളുടെ പ്രയോഗത്തിലേക്കും കുടുംബ കലഹത്തിലുമൊക്കെയാണ് കലാശിക്കുക. എന്തിനും ഏതിനും പരസ്പരം കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള സംഭവമായിരിക്കും ഈ രണ്ട് രാശിക്കാരും ഒന്നിച്ചാൽ ഉണ്ടാകുവാൻ പോകുന്നത്. എന്തുകൊണ്ടും ഈ രാശിക്കാർ തമ്മിൽ ചേരാതെ ഇരിക്കുന്നതാണ് അവരുടെ ജീവിതത്തിന് ഏറ്റവും ഉത്തമം. ഒരു കാരണവശാലും ചേരുവാൻ പാടില്ലാത്ത അവസാനത്തെ രണ്ട് രാശിക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരും അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരും. ഈ മകരം രാശിക്കാരും മേടം രാശിക്കാരും പൊതുവെ വളരെ പക്വതയുള്ളവരും ശാന്തശീലരുമൊക്കെയാണ്. എന്നാൽ ഈ രണ്ട് രാശിക്കാർ തമ്മിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പക്വതയും ശാന്തതയുമൊക്കെ എവിടെയാണെന്ന് പോലും അറിയുവാൻ കഴിയാത്ത തരത്തിലുള്ള പെരുമാറ്റമായിരിക്കും ഇവർ തമ്മിൽ ഉണ്ടാവുക. ഒന്ന് പറഞ്ഞ് അടുത്തതിന് രണ്ടുപേരും തമ്മിൽ വഴക്കാവുന്ന തരത്തിലുള്ള പെരുമാറ്റവും കലഹങ്ങളുമൊക്കെ ആയിരിക്കും ഇവർ ഒരുമിക്കുന്ന വീട്ടിൽ ഉണ്ടാകുവാൻ പോകുന്നത്. നാം പറഞ്ഞിട്ടുള്ള ഈ രാശിക്കാരെല്ലാം പരസ്പരം കണ്ടിട്ടുണ്ടെങ്കിലോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ജീവിക്കുകയാണെങ്കിലോ ഒക്കെ അവരുടെ ജീവിതത്തിൽ വളരെയേറെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഇതിനു പുറമെ ഉണ്ടാകുമെന്നുള്ളതും ഒരു വാസ്തവമാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള രാശിക്കാരായിട്ടുള്ള ആരെങ്കിലും ഒരുമിച്ച് ജീവിതം നയിച്ചതിൽ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനയിലും പ്രത്യേക പൂജകളിലും എല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.